1,00,000-ഓളം ആളുകൾ പങ്കെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ വചന മനപ്പാഠ പദ്ധതിയായ നൂറുമേനിയുടെ ഗ്രാൻഡ് ഫിനാലെ ചങ്ങനാശ്ശേരി SB കോളേജ് കാവുക്കാട്ട് ഹാളിൽ നടന്നു. അതിരൂപത ബൈബിൾ അപ്പസ്റ്റോലേറ്റും കുടുംബ കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച നൂറുമേനി സീസൺ 3 ഗ്രാൻഡ് ഫിനാലയിൽ 148 പോയിന്റ് നേടി തിരുവനന്തപുരം റീജിയനിലെ ഡോക്ടർ അഭിലാഷ് K. തോമസ്, ഡോക്ടർ റാണ ജോസഫ് P, സെബാസ്റ്റ്യൻ തോമസ് കുഴിക്കാട്ടിൽ എന്നിവരടങ്ങിയ കുടുംബം ജേതാക്കളായി. എൻ്റെ പേര് ഡോക്ടർ അഭിലാഷ് K. തോമസ്. ഇത് എൻ്റെ വൈഫ് ഡോക്ടർ റോണ ജോസഫ്. ഇതെൻ്റെ ഇളയ കുട്ടി ഫ്രാൻസിസ് K. തോമസ്, മൂത്തയാൾ സെബാസ്റ്റ്യൻ K. തോമസ്. ഞങ്ങൾ തിരുവനന്തപുരം ലൂർദ് ഫൊറോനയിലെ സെയിൻറ്റ് അൽഫോൻസ ചർച്ച് പോങ്ങുമൂടിൽ നിന്ന് വരുന്നു. ഈ പ്രാവശ്യം നൂറുമേനി സീസൺ 3 പങ്കെടുത്തിരുന്നു. സീസൺ 3 ആദ്യം മുതൽ തന്നെ ഞങ്ങൾ വചന പുസ്തകം കിട്ടിയ നൂറുമേനി സീസൺ 3 പുസ്തകം കിട്ടിയ സമയം മുതൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിരുന്നു. വചനം സോർട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ ആദ്യം ചെറിയ വചനങ്ങളാണ് ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത്. അതിനുശേഷമാണ് വലിയ വചനങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ യാക്കോബിൻ്റെ ലേഖനം എല്ലാ ദിവസവും രാത്രിയിൽ വായിക്കുമായിരുന്നു. അതുപോലെ തന്നെ 119 സങ്കീർത്തനം എൻ്റെ മൂത്ത സെബാസ്റ്റ്യനെ കൊണ്ട് വായിപ്പിച്ച് പഠിപ്പിക്കുമായിരുന്നു. മാത്രമല്ല സെബാസ്റ്റ്യന് ഞങ്ങൾ ഹോളിഡേയ്സിലൊക്കെ വന്ന സമയത്ത് ഞങ്ങളുടെ മമ്മിയുടെ പപ്പയുടെ അടുത്തായിരുന്ന സമയത്തും ഞങ്ങളെ മമ്മി ഇവനെ എല്ലാ ദിവസവും 119 സങ്കീർത്തനം വായിപ്പിക്കുകയും പറഞ്ഞു കേൾക്കുകയും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ആദ്യം മുതൽ തന്നെ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു. ഓരോ വചനവും ഞങ്ങളെ കൂടുതൽ സ്വാധീനിച്ചിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം കൂടുതൽ സ്വാധീനിച്ച വചനം 1 Corinthians 2:2 ആണ്. യേശുക്രിസ്തു നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന വചനമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ഇന്നത്തെ മത്സരം നൂറുമേനി മത്സരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 3ാമത്തെ സീസണാണ്. ആദ്യത്തെ 2 സീസണുകളിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല. കുട്ടികളും ഹസ്ബൻഡും മാത്രമാണ് പങ്കെടുത്തിരുന്നത്. ഈ പ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരു ഫാമിലിയായിട്ട് പങ്കെടുത്തു. അതിനുവേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ശ്രമിച്ചു. ഇങ്ങനെ ഡിഫറെൻറ്റ് ലെവലിൽ കഴിഞ്ഞപ്പോൾ ഫൈനലിലെത്താനും ഫൈനലിൽ സമ്മാനം നേടാനും സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഈ നൂറുമേനി മത്സരത്തിൻ്റെ ഒരു അർത്ഥം തന്നെ നമ്മൾ സമ്മാനം മേടിക്കുക എന്നുള്ളതല്ല, വചനം കൂടുതൽ പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിലിട്ട് പ്രാവർത്തികമാക്കാനും ഉള്ളൊരു അവസരമായിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത്. വചനം പഠിക്കാൻ തുടങ്ങിയ ശേഷം തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലാണെങ്കിലും കുട്ടികളായിട്ടുള്ള ഇടപെടലുകളിൽ കുറച്ചുകൂടി ഒരു സമാധാനം ഉണ്ടായെന്നാണ് എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും പല ബുദ്ധിമുട്ടുകളിലും ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ വലിയ ബുദ്ധിമുട്ട് കൂടാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും പ്രശ്നങ്ങൾ കൂടാതെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. 147 പോയിന്റ് നേടി കോട്ടയം റീജിയനിലെ ഡോക്ടർ സുജിത് ജോ മാത്യു, ഡോക്ടർ അനു വർഗീസ്, മരിയ റോസ് ജോ മണിയങ്ങാട്ട് എന്നിവരുടെ കുടുംബം 2ാം സ്ഥാനവും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡോക്ടർ സുജിത് ജോ മാത്യു, മണിയങ്ങാട്ട്. ഇതെൻ്റെ വൈഫ് ഡോക്ടർ അനു വർഗീസ്. ഇതെൻ്റെ മൂത്ത മകൾ മരിയ റോസ് ജോ. ഞങ്ങൾക്ക് 4 മക്കളാണ്. ഇവളാണ് മൂത്തയാൾ. ഞങ്ങൾ കോട്ടയം ഫൊറോനയിൽ അരുവിക്കുഴി ഇടവക ലൂർദ് മാതാ പള്ളി ഇടവകക്കാരാണ് ഞങ്ങൾ ഈ ഗ്രാൻഡ് ഫിനാലയിൽ എത്തിച്ചേരുമെന്ന് യാതൊരു പ്രതീക്ഷയോടെയല്ല ഇതിൽ പങ്കെടുത്തത്. എങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളെ ഇവിടെ എത്തിച്ചു. കഴിഞ്ഞ വർഷം സീസൺ 2 പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഫൊറോനയിൽ 2nd ലഭിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും വചനം പഠിക്കുകയും ഈ സീസൺ 3 ഗ്രാൻഡ് ഫിനാലയിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്തു. ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം ഞങ്ങളുടെ എല്ലാം ജീവിതങ്ങളിൽ ഉണ്ടാകുന്നത് തികച്ചും നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഒന്നും യാദൃച്ഛികതയില്ലെന്നാണല്ലോ. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതി നിറവേറുന്നത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം സമ്മാനവും എന്ന വചനത്തിലെ പോലെ മരിയമോള് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, വചന പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ദൈവത്തിന് തന്ന ഒരു വലിയ കൃപയുടെ അടയാളമാണ് മരിയ. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ ഡിവൈഡ് ചെയ്താണ് പോർഷൻസ് പഠിച്ചത്. എങ്കിൽ പോലും ഓരോ ഉത്തരങ്ങൾ പറയാനും എല്ലാം അവളുടെ സപ്പോർട്ട്, അവളുടെ ചെറിയ പ്രായത്തിൽ ഒത്തിരി പരീക്ഷയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനിടയ്ക്ക് അവളിത് കഷ്ടപ്പെട്ട് പഠിക്കുകയും അതിന് ഉള്ള അനുഗ്രഹം ദൈവം കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. ഒത്തിരി സന്തോഷമാണ്. ഒത്തിരി പേരുണ്ട് ഇതുപോലൊരു അപ്പനെയും അമ്മയും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരാണ്. ഇവരെന്നെ
ഒത്തിരി ആത്മീയത, വേറൊരപ്പന്മാരെ ഞാൻ കുറ്റം പറയല്ല, പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതുപോലൊരപ്പനും അമ്മയും കിട്ടിയതിൽ. എന്നെ ആത്മീയതയിൽ ഇത്രയും വളർത്തി എനിക്ക് വേണ്ട കൊച്ചു കൊച്ചു ആത്മീയ പാഠങ്ങൾ പഠിപ്പിച്ച് തരികയും ചെയ്യുന്ന എൻ്റെ അച്ചാച്ചനും അമ്മയും തന്നെ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. നമ്മളല്ല ഒരിക്കലും എൻ്റെ സഹോദരന്മാർ ആരാണെങ്കിലും എല്ലാവരും കർത്താവിൻ്റെ കരങ്ങളിൽ, കർത്താവ് തന്ന ദാനങ്ങളാണ്. ഒരിക്കലും നമ്മളാരും അല്ല അവരെ നോക്കുന്നത്, അവരുടെ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിലാണ്. നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഈശോയെ നിൻ്റെ കരങ്ങളിലോട്ട് എല്ലാവരെയും സമർപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും അവരെ ചേർത്ത് നിർത്തുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നോക്കുന്നത് കർത്താവാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. 140 പോയിന്റ് നേടി കുട്ടനാട് റീജിയനിലെ മാത്യു തോമസ്, മേരിക്കുട്ടി തോമസ്, മെർലിൻ ആൻഡ് മാത്യു, തറയിൽ കാനാശ്ശേരി എന്നിവരുടെ കുടുംബം 3-ാം സ്ഥാനവും. എൻ്റെ പേര് മാത്യു. ഞങ്ങൾ പുളുങ്കുന്ന് സെൻറ്റ് മേരീസ് ഇടവാംഗങ്ങളാണ്. കാനാശ്ശേരി കുടുംബാംഗമാണ്. ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരായിരുന്നു. ഇത് മോള്, അവൾ ഡോക്ടറാണ്. ഞങ്ങൾ വചനം നൂറുമേനിയുടെ ഭാഗമായിട്ട് വളരെ തീക്ഷ്ണമായി പഠിക്കുകയും പഠിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് അതിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചു. മത്സരത്തിലെ സ്ഥാനത്തേക്കാൾ ഉപരിയായിട്ട് കുറച്ചുകൂടെ വചനമൊക്കെ പഠിക്കുന്നതിനും അത് മനസ്സിലാക്കി പഠിക്കുന്നതിനും ഒക്കെയുള്ള അവസരമാണ് ഞങ്ങൾക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു സന്തോഷമാണ് നമുക്ക്. എന്നുവെച്ചാൽ നമ്മൾ മറന്നുപോയാലും എന്തായാലും കൂടുതൽ വചനം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് വരുന്നത്. അത് നമുക്ക് മടുപ്പ് തോന്നത്തില്ല, വീണ്ടും പഠിക്കാനാണ് തോന്നുന്നത്. വളരെ സന്തോഷത്തിലായിരുന്നു നമ്മൾ ഇവിടം വരെ പഠിച്ച് എത്തിയത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പങ്കെടുത്ത എല്ലാ ടീമുകളും തന്നെ വളരെ നാളായിട്ടിരുന്ന് പഠിച്ചിട്ട് വന്നവരാണ്. കുട്ടികളാണെങ്കിൽ പോലും നന്നായിട്ട് ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. 120 പോയിന്റ് നേടി ചങ്ങനാശ്ശേരി റീജിയണിലെ ജെയിംസ് കെ ജേക്കബ്, ഷൈനി സെബാസ്റ്റ്യൻ കോലോത്ത്, മരിയ ജോസഫ് എന്നിവരുടെ കുടുംബം 4-ാം സ്ഥാനവും. ഞങ്ങൾ ചങ്ങനാശ്ശേരി പാറേൽപ്പള്ളി ഇടവകയാണ്. ജെയിംസ്, മോള് മരിയ ജോസഫ്, ഞാൻ ഷൈനി. വചനം പഠിക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു, അങ്ങനെയാണ് ഇതിൽ വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോമ്പറ്റീഷനായിരുന്നു, ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. ഈ വചനം പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സിലറിയാതെ നമ്മൾ പഠിച്ച ഒരു വചനം നമ്മുടെ മനസ്സിലറിയാതെ വരും. തന്നെയല്ല, പരിശുദ്ധ കുർബാനയോട് കൂടുതൽ അടുക്കാനും പരിശുദ്ധ കുർബാന ശ്രദ്ധിക്കാനും ലേഖനങ്ങളും സുവിശേഷങ്ങളും ഒക്കെ വായിക്കുമ്പം നേരത്തെ അത്ര ശ്രദ്ധിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചെല്ലാം കേൾക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട്. മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ ബൈബിൾ വചനം വായിക്കാനും ഒരു പ്രചോദനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 101 പോയിന്റ് നേടി നെടുകുന്നം റീജിയനിലെ സോജി ജാക്കോ, മരിയ മാത്യു കൂനാനിക്കൽ 5-ാം സ്ഥാനവും നേടി. ആദ്യ 2 സ്ഥാനങ്ങൾ നേടിയ ടീമുകൾ തമ്മിൽ 1 പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ജീസസ് യൂത്തിൽ മെഡിക്കൽ കോളേജ് പഠനകാലഘട്ടം മുതൽ തന്നെ സജീവമാണ് 1-2 സമ്മാനങ്ങൾ നേടിയ ഡോക്ടർ ദമ്പതികൾ. ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം വിജയികളെ പ്രഖ്യാപിച്ചു. നൂറുമേനി വചനം ലോകമെമ്പാടും എത്തിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് മാർ ജോസഫ് പെരുന്തോട്ടം അഭിപ്രായപ്പെട്ടു. നൂറുമേനി എന്ന ബൈബിൾ ഹൃദയസ്ഥമാക്കുന്ന ഈ നല്ല ഒരു പ്രോഗ്രാം അതിൻ്റെ 3-ാം വർഷത്തിലെ സമാപനത്തിൽ എത്തിയിരിക്കുകയാണ്. വളരെയേറെ പേർ വളരെ ആവേശപൂർവ്വം ഇതിൽ സംബന്ധിക്കുന്നു, വചനം വായിക്കുന്നു, വചനം ധ്യാനിക്കുന്നു, വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അങ്ങനെ വചനത്തിലൂടെ വചനം ഈശോമിശിഹ തന്നെയാണെന്നുള്ള ആ വലിയ ബോധ്യത്തിൽ ഈ വചനത്തെ സ്വന്തമാക്കുന്ന വലിയ ഒരു സംരംഭമാണ് നൂറുമേനി എന്നുള്ളത്. ഏറെ പേർ അതിൽ നിന്ന് ഫലം എടുക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിൽ സഹകരിക്കുന്നവർക്കൊക്കെ നല്ലൊരു അനുഭവം, ഒരു ഈശ്വരാനുഭവം, ദൈവാനുഭവം ഉൾവാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഏതാണ്ട് 100,000-ഓളം പേര് പങ്കെടുത്ത 3-ാം വർഷത്തിൻ്റെ സമാപനത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ വർഷം ഈ 4-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ ഒരു കാര്യം കൂടി നൂറുമേനിയിൽ ഉൾപ്പെടുത്തുകയാണ്. അതായത് എൻ്റെ സ്വന്തം ബൈബിൾ എന്ന രീതിയിൽ പുതിയ നിയമവും സങ്കീർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ബൈബിൾ പുസ്തകങ്ങൾ ഓരോ വ്യക്തിക്കും, ഓരോ കുടുംബത്തിലെ ഓരോ ആളിനും സ്വന്തം എന്ന നിലയിൽ കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല തുടക്കത്തിലേക്കും പ്രവേശിക്കുകയാണ് ഈ 4-ാം വർഷത്തിൽ നിന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ഇതിനോട് സഹകരിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വചനത്തിൻ്റെ അനുഭവം കൂടുതൽ ആഴത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിക്കുന്നു. ഡോക്ടർ റൂബിൽ രാജാണ് നൂറുമേനി ക്വിസ് മത്സരം നയിച്ചത്. നൂറുമേനി സീസൺ 3 മത്സരം
പൂർത്തിയായപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷവും അഭിമാനവും അതിലേറെ അത്ഭുതവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത്ഭുതത്തിൻ്റെ കാരണം മുഴുവൻ മത്സരങ്ങളിലും കൂടി ക്വിസ് മാസ്റ്ററായി എനിക്ക് ലഭിച്ചത് വെറും 5 പോയിൻറ്റുകൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ എത്രമാത്രം തീഷ്ണതയോടെ പങ്കെടുത്ത ടീമുകൾ അവരുടെ പഠനഭാഗം വായിച്ചു പഠിച്ചു എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇവരൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ജോലിയുള്ളവരോ മറ്റു ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം. അതിനിടയ്ക്ക് അവർ സമയം കണ്ടെത്തി വചന പഠനത്തിനു വേണ്ടി അവർ മനസ്സിരുത്തി അത് വായിക്കുകയും പഠിക്കുകയും ചെയ്തു. അവരുടെ പഠനം എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഏത് ഭാഗത്തു നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും കൃത്യമായ ഉത്തരമാണ് അവർ നൽകുന്നത്. അതും വീഴ്ച കൂടാതെ ഉത്തരം നൽകുവാൻ അവർക്ക് സാധിച്ചു. അവരുടെ ആ റെസ്പോൺസ്, അവരുടെ പ്രതികരണം ഒരു ക്വിസ് മാസ്റ്റർ എന്നുള്ള നിലയിൽ എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് ഞാൻ ആവർത്തിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിലൂടെയൊക്കെ സംഭവിക്കുന്നത് അറിയാതെ ഈ വചനം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലേക്ക് ഈ വചനം കടന്നു വരികയാണ്. ആ മനസ്സിലേക്ക് കടന്നു വരുന്ന വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള പ്രചോദനം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നൂറുമേനിയിലൂടെ സാധ്യമാകണമെന്ന് സംഘാടകർ ആഗ്രഹിക്കുന്നതും മറ്റൊന്നല്ല. ബൈബിൾ അപ്പസ്റ്റോലേറ്റ് ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തിൽ, നൂറുമേനി ചെയർമാൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ, ഫാദർ ജോജിൻ ഇലഞ്ഞിക്കൽ, ജനറൽ കൺവീനർ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം, പ്രൊഫസർ ജോസഫ് ടിറ്റോ, സിസ്റ്റർ ചെറുപുഷ്പം, ജൂസി കടന്തോട്, സിസീസ് കറിയ, മറിയം ജോർജ് പൊട്ടംകുളം, ആന്റണി തോമസ് മലയിൽ, ജോസുകുട്ടി കുട്ടമ്പേരൂർ, ജോണിക്കുട്ടി സ്കറിയ, ലാലി ഇളപ്പുങ്കൽ, ജോബി തൂമ്പുങ്കൽ, ബിനു വെളിയനാട് എന്നിവർ പ്രസംഗിച്ചു. സ്നേഹമുള്ളവരെ, ഈ ജൂബിലി വർഷത്തിലെ നൂറുമേനി മഹാസംഗമത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഏതാണ്ട് 250 ഇടവകളിൽ നിന്ന് 5000-ഓളം വിജയികളെ സ്വീകരിക്കാൻ ഈ കാവുകാട്ടോളം ഈ പരിസരമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ മത്സര വിജയികളും നാളെ രാവിലെ 8:30 ഈ സമ്മേളന നഗരിയിൽ ചങ്ങനാശ്ശേരിയിൽ എത്തണം. അഭിമന്യ മാർ തോമസ് തറയിൽ പിതാവും വിശിഷ്ടാതിഥികളുമെല്ലാം നിങ്ങളെ കാണാനായിട്ട് വളരെ ആകാംക്ഷയോടെ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ നൂറുമേനിയുടെ ചെയർമാൻ സണ്ണിച്ചായനൊപ്പം ഉണ്ട്. അല്ലെ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. നിങ്ങൾ എത്തിയാൽ മതി. നമ്മുടെ മ്യൂസിക് ബാൻഡ് അല്ലേ ചെയ്യുന്നത്? എന്തായാലും ഇത് തീർച്ചയായിട്ടും ഇത് ലോകത്തിലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്. 100 വചനത്തിൽ കൂടുതൽ പഠിച്ച് 5000-ഓളം ആൾക്കാർ നമ്മുടെ കാവുകാട്ട് ഹാളിൽ, ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ വരുന്നത്. നാളത്തെ മെയിൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവരുടെ സന്തോഷത്തിൻ്റെ ഒരു ആഘോഷവും അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മൾ സീസൺ 4 കൂടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. പിന്നെ അടുത്തതായിട്ട് ഏറ്റവും പുതിയ നൂറുമേനിൽ തന്നെ ഉരുത്തിരിഞ്ഞ ഒരു പുതിയ പരിപാടിയാണ് എൻ്റെ സ്വന്തം ബൈബിൾ. എല്ലാവർക്കും സ്വന്തമായിട്ട് പേഴ്സണലായിട്ടൊരു ബൈബിൾ ഉണ്ടാകണം. ഈ 2 പരിപാടിയാണ് നാളത്തെ മെയിൻ ഹൈലൈറ്റ്. ഒന്ന് നമ്മുടെ സീസൺ 4ൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ എൻ്റെ സ്വന്തം ബൈബിൾ. നൂറുമേനി സീസൺ 4ൻ്റെ പുസ്തകവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കായിട്ട് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം നമ്മുടെ ഈ ഗ്രാൻഡ് ഫിനാലെ തന്നെ എല്ലാവർക്കും നമ്മൾ കൊടുത്തു വിടുകയാണ്. അതെല്ലാവരും ആഘോഷത്തോടെ ഇത് വാങ്ങിച്ച് സീസൺ 4ലേക്ക്, അതുപോലെ കൂടുതൽ ആൾക്കാരെ സീസൺ 4ലേക്ക് ഇതിലേക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നാളെ വരുന്ന വിജയികളുടെ എല്ലാം അവരെല്ലാവരെയും ഞങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ സീസൺ 4ൻ്റെ വോളണ്ടിയേഴ്സായിട്ട് തന്നെ നമ്മൾ കരുതുകയാണ്. അപ്പോൾ സീസൺ 4 ഈ സീസൺ 3യെക്കാട്ടിലും കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടാകണം. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഭാരതത്തിൽ ആദ്യമായി നൂറുമേനി വചന പഠന പദ്ധതി ആരംഭിച്ചത്. ഇത് 3ാമത്തെ സീസണാണ്. ഈ വർഷം ഏതാണ്ട് 1,00,000 പേരാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ അങ്ങോളം ഇങ്ങോളം ഈ വചന മനപ്പാഠ പദ്ധതിയിൽ പങ്കുചേർന്നത്. ഇത് സാധാരണഗതിയിൽ വചനം പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് മുതിർന്നവരാണ്, പ്രായമേറിയവരാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് വളരെ ചെറിയ കുട്ടികളും യുവാക്കളുമൊക്കെ ആവേശത്തോടുകൂടി പഠിച്ച ഒരു മത്സരമായിരുന്നു സീസൺ 3. നൂറുമേനി സീസൺ 3 ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കപ്പുറത്ത് മറ്റ് രൂപതകളിലേക്ക് കൂടി ഇപ്പോൾ പടർന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചക ധീരതയോടെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് 2 പേരും, എൻ്റെ പേര് ബിനു വെളിയനാടൻ, എൻ്റെ പേര് സിവ്യ റുദ്രജി, ഞങ്ങൾ 2 പേരും ഇന്ന് ഈ മത്സരത്തിൻ്റെ ഏറ്റവും ടെൻഷൻ പിടിച്ചൊരു ഏരിയയിലായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ പരിപാടി തുടങ്ങിയത്. വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങളുടെ വിജയമല്ല,
ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ളതുകൊണ്ടാണ് ഒരു ടെൻഷനും ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ പൂർത്തിയാക്കാൻ സാധിച്ചു. ഈ ഒരു ടേബിൾ ഒരു ഹോട്ട് സീറ്റാണ്, വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം ഇടപെട്ടത് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ 5 മത്സരാർത്ഥികൾ 5 റവന്യൂ ജില്ലകളിലായി പന്തലിച്ച് കിടക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 280 ഇടവകളെ പ്രതികരിച്ചുകൊണ്ട് വന്ന ഈ കുടുംബങ്ങൾ, ഈ 5 ടീമുകൾ വളരെ തീക്ഷ്ണതയോടുകൂടി പങ്കെടുത്തു. തീർച്ചയായിട്ടും ഈ ക്യാപ്ഷൻ പറയുന്നത് പോലെ ദൈവവചനം അവരുടെ ഹൃദയത്തിലും ജീവിതത്തിലും പടരുവാൻ ഇടയാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 250ഓളം ഇടവകളിൽ നിന്ന് ഏകദേശം 1,00,000 പേരോളം പങ്കെടുത്ത നൂറുമേനി സീസൺ 3 എന്ന വചന പഠന മത്സരത്തിൽ ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലെ അവസാനിക്കുമ്പോൾ അതിൻ്റെ മത്സരാർത്ഥികളുടെ ജീവിതാനുഭവവും അവരുടെ ജീവിതത്തിൽ വചനം എന്തുമാത്രം പരിവർത്തനം നടത്തിയെന്നൊക്കെയുള്ള ആ വലിയ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലും ജീവിതത്തിലും വചനം എന്തുമാത്രം ജീവിതത്തിലേക്ക് ഇറങ്ങണമെന്നുള്ള ആ വലിയ ഒരു അനുഭവം നമ്മളിതിവിടെ മനസ്സിലാക്കിയായിരുന്നു. സജി ആൻ്റണി, ഷെക്കിന ന്യൂസ്, കോട്ടയം.